നമ്മളുടെ സ്വന്തം സ്ഥലം, നമ്മളുടെ തട്ടകം എന്നൊക്കെ പറയാം. വെമ്പിൻകുളങ്ങര മഹാവിഷ്ണു പാട്ട് പാടി തുടങ്ങിയ നമ്മളുടെ അമ്പലമാണ്, നമ്മളുടെ നാട്ടുകാരാണ്. അവിടെയാണ് ഇപ്പോൾ നമ്മളുള്ളത്. നമ്മളിത് സക്സസ് പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല, നമ്മൾ ഇഷ്ടം കൊണ്ട് ചെയ്യണം. റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഒക്കെ നമ്മളിപ്പോൾ മന്ത്ലി ടാർഗറ്റ് വെച്ചിട്ട് പണിയെടുക്കുന്ന പണികളാണെങ്കിലും ഓക്കെ, ഇത് നമുക്ക് തരുന്ന ഒരു കിക്ക് എന്ന് പറഞ്ഞാൽ വേറൊരു അനുഭവം തന്നെയാണ്. അത് ഞങ്ങൾ ആൾക്കാരുണ്ടെങ്കിലും കണ്ട് പ്രോഗ്രാം സെയിം എനർജി ചെയ്യും, ആരും ഇല്ലെങ്കിൽ അതേ എനർജി തന്നെ. ഞങ്ങൾ കൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 7 ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് പാടാനുള്ള കളക്ഷൻ. 15 പാട്ടാണ് ലിസ്റ്റ്. 16 പാട്ട് മതി നമുക്ക് 2-2.5 മണിക്കൂറിന്റെ പ്രോഗ്രാം ചെയ്യാനായിട്ട്. 15 പാട്ട് ഒരു മെസ്സേജ് ആയിട്ട് അയച്ചേക്കാണ്, ചേട്ടാ ഇത് പാടാവോ. ഇനി വേറെ ലിസ്റ്റ് ഇടേണ്ട കാര്യമില്ല, അതാ ഞങ്ങൾ പാടിയത്. പക്ഷെ ഇനിയിപ്പോ നമ്മൾ പ്രൊഡക്ഷനിലാണ്, ഈ വർഷത്തെ ഫോക്കസ് മുഴുവനും പ്രൊഡക്ഷൻ. ശരത് സാർ വന്നു, അത് വലിയൊരു ബ്ലെസ്സിങ് ആണത്. ശരത് സാർ നമ്മൾ ടി വിയിൽ മാത്രം കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ സാറിൻ്റെ പാട്ടുകൾ കുത്തി ഇരുന്ന് എഴുതി പഠിച്ച് പാടിയിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം സാറിനൊപ്പം ഇരുന്ന് പാടുക എന്ന് പറയുന്നത് ശരിക്കൊരു സ്വപ്ന തുല്യമായിട്ടുള്ളൊരു നിമിഷമാണ്. എൻ്റെ കുറച്ച് പാട്ടുകൾ ഇവർ പാടിയത് നമ്മുടെ സുജിത്ത് ഷാർജയിൽ നിന്ന് അയച്ചു തന്നത് മനോഹർ. എനിക്ക് വേറൊന്നും പറയാനില്ല, നിങ്ങളുടെ ഒരു ഹാർമണി ഉണ്ട്, വണ്ടർഫുൾ. എല്ലാവരും തലയിലേക്ക് കയറ്റാതെ ഇതിനെ നമ്മൾ അതാണല്ലോ, തലയിലേക്ക് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്നുണ്ടാവും, ചിലപ്പോൾ നാളെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നമുക്കറിയാം നമുക്ക്. പക്ഷേ ഇതിനു വേണ്ടി നാളത്തേക്ക് വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന ഒറ്റ കാര്യം. അപ്പോൾ ഇന്നത്തെ കാര്യത്തിൽ മതിമറന്നു പോകാതെ ഇതിനെ നാളെ സസ്റ്റൈനബിളായിട്ട് നമുക്ക് മുന്നോട്ട് ഇതിനേക്കാളും മുകളിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഓരോ ദിവസത്തെയും ഉള്ള ചിന്ത. ഇന്നത്തെ കാര്യം കണ്ടിട്ട് നമ്മൾ അതിൽ ഭയങ്കര ഇതാ പറഞ്ഞത്. അപ്പോൾ അതിൽ ഒത്തിരി സന്തോഷിക്കേണ്ട കാര്യമൊന്നുമില്ല, ചിലപ്പോൾ നാളെ അത് ഉണ്ടാകാതിരിക്കും. ഇപ്പോൾ ഭജൻ കണക്റ്റാണ്, അത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു. അപ്പം നെക്സ്റ്റ് ലെവലിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്, അപ്പോൾ അതിൻ്റെ ഡിസ്കഷനാണ്. അതിൻ്റെ അടുത്ത നമ്മൾ എന്താണോ ചെയ്യണമെന്നുള്ള കുറേ പ്ലാൻസ് ഉണ്ട്. അതെല്ലാം നമ്മളത് ഈ വരുന്ന 2026, 2027 നമ്മളത് എക്സിക്യൂട്ട് ചെയ്യണം. 7 എന്ന് പറയുന്നത് നവീൻ ചേട്ടന്റെ ലൈഫിലൊരു ലക്കി നമ്പർ ആണെന്ന് കേട്ടു. ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടു, ഞാനും അവിടെ കണ്ടത്. എനിക്കറിയില്ല, അല്ല പോസിറ്റീവ് പറഞ്ഞ കാര്യമാണെങ്കിൽ തെറ്റാണ്. അത് 7 വർഷമല്ല ഞങ്ങള് കണ്ടത്. ഇപ്പൊ ഓൾറെഡി നമ്മുടെ കഴിഞ്ഞ ഇന്റർവ്യൂല് കൊട്ടാരത്തിൽ പോയിട്ട് പാടാൻ എന്ന ആഗ്രഹം ഉണ്ടായിരുന്നത് എപ്പോ വേണമെങ്കിലും നടക്കാം എന്ന രീതിയിലായിരുന്നു. ഇപ്പൊ അത് നടന്നു. സോ അതെങ്ങനെയുണ്ടായിരുന്നു? സാധാരണ നമ്മൾ എന്താ പറയണ്ടത്, നമ്മൾ വളരെ കാഷ്വലായിട്ട് നമ്മളെയൊക്കെ മീറ്റ് ചെയ്തു, എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു, നമുക്ക് ഗിഫ്റ്റുകൾ തന്നു, അവിടെ ചെന്ന് അവരെ മീറ്റ് ചെയ്ത് പാട്ട് പാടാൻ പറ്റി. എന്നോട് ചോദിച്ചു, നീ എന്താ ദുബായി പോയി കിടക്കുന്നത്, ഇവിടെ വന്നാൽ പോരെ എന്നൊക്കെ ചോദിച്ചു. നമ്മളുടെ അമ്മമാരൊക്കെ ചോദിക്കത്തില്ല, അവിടെ തമ്പുരാട്ടി എൻ്റെ അടുത്ത് ചോദിച്ചു, നീ ചുമ്മാ ആവശ്യമില്ലാണ്ട് എല്ലാ ആഴ്ചയിലും ദുബായി പോയി വരുന്നു, ഇവിടെ നിൽക്കൂ പോണ്ടെന്ന്. നമ്മുടെ നാടാണ്, അപ്പം ഈ ആളുകൾ എങ്ങനെ ആദ്യത്തെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും അത് ചോദിക്കുന്നത് ഞെട്ടലായിരുന്നു എനിക്ക് തോന്നുന്നത്. അവർ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. അല്ല, ഇവിടെ നമ്മുടെ അമ്പലത്തിലുള്ള ഒരു ഏറ്റവും ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ മൈൻഡാണ്. എന്ത് പരീക്ഷണങ്ങളും നമുക്ക് ഇവിടെ ചെയ്യാം, അവര് റെഡിയാണ്. അമ്പാടി വാനമ്പാടി ആനന്ദഗാനം പാടി ഗോപിക ചിത്തം വാടി കണ്ണനെ തേടി തേടി ഗോപിക ചിത്തം വാടി കണ്ണനെ തേടി തേടി. ഹായ്, ഹലോ, നമസ്കാരം. സൈന സത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജിന ജോസ് പ്രകാശ്. സംഗീതത്തിലൂടെ നമ്മുടെ മനസ്സ് കീഴടക്കിയ നന്ദകുമിതം ഭജൻസിലെ 2 പേരാണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. നവീൻ ചേട്ടാ, പ്രവീൺ ചേട്ടാ, സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഞങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു സ്ഥലത്താണ്. എവിടെയാണ് നവീൻ ചേട്ടാ നമ്മളിപ്പോൾ ഉള്ളത്? നമ്മളുള്ളത് വെമ്പിൻകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്, അതിൻ്റെ ആൽത്തറയിലാണ് ഇപ്പോൾ ഉള്ളത്. എൻ്റെ നാട്, എൻ്റെ വീട് ഇവിടെ തൊട്ടടുത്താണ്. ഞങ്ങളുടെ പ്രവീണിൻ്റെ വീടാണെങ്കിൽ ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പം നമ്മളുടെ തട്ടകം എന്ന് പറയാം. നമ്മളിവിടെ പാട്ട് പാടി തുടങ്ങിയ നമ്മളുടെ അമ്പലമാണ്, നമ്മളുടെ നാട്ടുകാരാണ്. കുളങ്ങരേ വാഴും മഹാവിഷ്ണു തമ്പുരാനേ നിന്നെ കൈ തൊഴുന്നേൻ അൻപോടടിയന പാദപത്മങ്ങളിൽ കുമ്പിട്ട് കൂപ്പി. നമ്മളിപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് നിങ്ങൾക്ക് 2 പേർക്കും ഒരുപാട് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഒരുപാട് ഓർമ്മയുള്ള നിങ്ങളുടെ ലൈഫിലൊരു പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ്. ആ സ്ഥലത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തുടങ്ങാം. നമ്മളുടെ സ്വന്തം സ്ഥലം, നമ്മളുടെ തട്ടകം എന്നൊക്കെ പറയാം, വെമ്പിൻകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രം. അപ്പം നമ്മൾ നന്ദകുമിതം ഭജൻസ് ആദ്യം
പിച്ച വെച്ച് നടക്കുന്ന സമയത്ത് നമ്മളുടെ ആദ്യത്തെ പ്രോഗ്രാമുകളെല്ലാം ചെയ്ത് സഹിച്ച നാട്ടുകാരാണ് ഇത് മുഴുവൻ. അപ്പോൾ നമ്മളുടെ പ്രോഗ്രാംസ് ആണെങ്കിലും പുതിയ പരീക്ഷണങ്ങളാണെങ്കിലും സപ്താഹങ്ങൾ എന്നുള്ള സപ്താഹങ്ങൾ 7 ദിവസം ഉണ്ടാവുമല്ലോ. അപ്പോൾ 7 ദിവസത്തിലും 7 ദിവസം ഞങ്ങളിവിടെ ഉണ്ടാവും അന്നത്തെ സ്റ്റേജിൽ. ഇപ്പോൾ രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം അങ്ങനെ പ്രോഗ്രാംസ് ചെയ്ത് നമ്മൾ പ്രാക്ടീസ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാക്ടീസൊക്കെ ചെയ്തേക്കുന്നതും പുതിയ പുതിയ പരീക്ഷണങ്ങളും പാട്ടുകളും അല്ലേ? അതെ, തീർച്ചയായിട്ടും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബ്രേക്കിന് നിർത്തുമ്പോൾ 1 മണിക്കൂർ, ഉച്ചയ്ക്ക് 1 മണിക്കൂർ, വൈകുന്നേരം ഇത് പറഞ്ഞല്ലോ 1.5 മണിക്കൂർ. അത് കഴിഞ്ഞിട്ട് പ്രസാദം കൊടുക്കുന്ന സമയത്ത് ഫുൾ ടൈം ഭജന അങ്ങനെ ഒരു ഭ്രാന്തായിട്ട് കൊണ്ട് നടന്നിരുന്നതാണല്ലോ. അപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നവീൻ പറഞ്ഞ പോലെ എല്ലാവരും അത് സഹിച്ച് ക്ഷമിച്ച് ഞങ്ങളെ ശ്രമിച്ചതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പം നന്ദഗോവിന്ദത്തെ ഇത്ര ആളുകൾ. അപ്പം ഞങ്ങളുടെ നാടാണ്, ഞങ്ങളുടെ അമ്പലമാണ്. അതെ. ഈ കുട്ടിക്കാലം മുതലേ നിങ്ങൾ കളിക്കൂട്ടുകാരായിരുന്നോ? ഞങ്ങൾ ഒരുമിച്ച് 6ാം ക്ലാസ് ഒരുമിച്ച്. നിങ്ങളുടെ പേരും ഭയങ്കര രസാ, നവീൻ പ്രവീൺ. പേരിൽ തന്നെ ഒരു ഒത്തൊരുമയുണ്ട്. ഒത്തിരി പേര് ചോദിക്കണ്ട ബ്രദേഴ്സ് ആണോ? എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ആണോ എന്നൊരു സംശയം. മോർ ദാൻ ദാറ്റ്. ഇപ്പൊ ഈ ഒരു ക്ഷേത്രാങ്കണത്തിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 2 പേർക്കും മനസ്സിൽ വരുന്ന ഒരു പാട്ട് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആദ്യം ഓർമ്മയിൽ വരുന്നത്? ഇവിടെ ഇരിക്കുമ്പോഴത്തേനും ഒരുപാട് പാട്ടുകൾ, ഒത്തിരി പാട്ടുകളുണ്ട്. അതാ പറഞ്ഞത്, അത്യാവശ്യം മിക്ക പാട്ടുകളും പാടി തുടങ്ങി അമ്പലത്തിൽ തന്നെയാണ്. ഓർമ്മകൾ ഒരുപാടാണ്. പിന്നെ ഇപ്പം കാണുന്ന നന്ദഗോവിന്ദത്തിൻ്റെ ഈ ഒരു സ്റ്റൈലിൻ്റെ ആദ്യത്തെ ഒരു വേർഷൻ ഞങ്ങൾ പരീക്ഷിച്ചതും അങ്ങനെയാണ്. ഇതിനേക്കാളും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിരുന്നു ആ സാധനങ്ങൾ. ഇപ്പൊ ഭജനയിൽ പരീക്ഷിക്കേണ്ട ഇവർക്കൊക്കെ അറിയാം. ലീഡ് ഗിറ്റാറും ബേസ് ഗിറ്റാറും അതുപോലെ തന്നെ പ്രോപ്പർ ഡ്രംസും എല്ലാം വെച്ചിട്ടൊരു ഭജന ഞങ്ങൾ ചെയ്തായിരുന്നു. ഇപ്പൊ നമ്മൾ അത്രയും ചെയ്യുന്നില്ല. അതിന്റെ ഒരു ലൈറ്റ് വേർഷനാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. ഇത് ആദ്യം ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഒരു റിയാക്ഷൻ റെസ്പോൺസ്, നമ്മുടെ നാടാണ്, അപ്പം ആളുകൾ എങ്ങനെ ആദ്യത്തെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും അത് ഓർമ്മയുണ്ട്. അവർ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. അല്ല, ഇവര് ഇവിടെ നമ്മുടെ അമ്പലത്തിലുള്ള ഒരു ഏറ്റവും ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ മൈൻഡാണ്. എന്ത് പരീക്ഷണങ്ങളും നമുക്ക് ഇവിടെ ചെയ്യാം. അവര് റെഡിയാണ് ആ കാര്യത്തില്. പക്ഷെ ആ ഒരു നിങ്ങൾ ചെയ്തു നോക്കുന്ന പറയുന്നത്, ചെയ്തു നോക്കൂ, പിന്നെ റിസൾട്ട് പിന്നീടാണല്ലോ വരിക. ഫസ്റ്റ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. നമുക്ക് അങ്ങനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഓഡിയൻസ് വേണമല്ലോ. നമുക്ക് ഓരോ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടുന്ന അങ്ങനെയാണല്ലോ. അപ്പം നമ്മളുടെ ആദ്യത്തെ ഓഡിയൻസ് നമ്മുടെ ഈ പാട്ട്, നമ്മുടെ നാട്ടുകാർ, നമ്മളുടെ വേവിൻകുളങ്ങര അമ്പലം, ഇവിടെ വരുന്ന ആൾക്കാർ, പിന്നെ ഇവിടുത്തെ ചുറ്റുമുള്ള ആൾക്കാർ, ഇവിടുത്തെ സ്പീക്കറൊക്കെ വെച്ചിട്ട് ആൾക്കാർ സഹിക്കേണ്ടതില്ല. അത് ഒരു ദിവസം ഇത്രയും പാട്ടുകൾ കേൾക്കുമ്പോഴും 7 ദിവസം 7 ദിവസം 3 നേരം എന്നുള്ള രീതിയിലാണ്. പക്ഷെ ആ ഒരു എനിക്ക് തോന്നി ആ ഒരു സ്റ്റാർട്ടിങ്, അതിപ്പോൾ 25 വർഷം മുമ്പ് നിങ്ങൾ കുറച്ച് പേര് ചേർന്ന് തുടങ്ങിയ സമയത്ത് ഇത്രയും സക്സസ് ചിലപ്പം പ്രതീക്ഷിക്കില്ല അല്ലെ? ഇവർ ആ സപ്പോർട്ട് തന്നില്ലെങ്കിൽ ചിലപ്പം നന്ദഗോവിന്ദ ഭജൻസ് ഇത്രയും സക്സസ് ആവില്ല. അതിനെങ്ങനെയാ കാണണേ? നമ്മളിത് സക്സസ് പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല, നമ്മൾ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പം ഇത് നമുക്ക് പാഷനാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഇതിനോട് ഭയങ്കര ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണെങ്കിലും ഇത് കൂടത്തിൽ കൊണ്ട് നടക്കും. അത് നമുക്കിപ്പോൾ റിസൾട്ട് ഓറിയൻറ്റഡ് അല്ല. ഇപ്പം റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഒക്കെ നമ്മളിപ്പോൾ മന്ത്ലി ടാർഗറ്റ് വെച്ചിട്ട് പണിയെടുക്കുന്ന പണികളാണെങ്കിലും ഒക്കെ നമുക്ക് തരുന്ന ഒരു കിക്ക് എന്ന് പറഞ്ഞാൽ വേറൊരു അനുഭവം തന്നെയാണ്. അത് ഞങ്ങൾ ആൾക്കാരുണ്ടെങ്കിലും കണ്ടിട്ടുണ്ട്. പ്രോഗ്രാം സെയിം എനർജി ചെയ്യും, ആരും ഇല്ലെങ്കിൽ അതേ എനർജി തന്നെ ചെയ്യും. അതിപ്പം നമ്മളിപ്പം 10,000 ആൾക്കാർ ഫ്രണ്ടിലുള്ള അതേ എനർജിയിലാണ് ഞങ്ങൾ ഒരാളുള്ളപ്പോഴും ഞങ്ങൾ ചെയ്തിരുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ചില അമ്പലങ്ങളിൽ പോകുമ്പം നവീൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇൻ്റർവ്യൂവിൽ, ഒരാളൊക്കെ ഉള്ളൂ മുന്നിൽ. നമ്മുടെ മേ ബി നവീൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടാവും. അവരാണ് മെയിൻ ഓഡിയൻസ്. മിക്ക പരിപാടികൾക്കും അവർ നമ്മുടെ ഒപ്പം വരാറുണ്ട്. പിന്നെ സൗണ്ട് വർക്ക് ചെയ്യുന്ന ആൾ കാണും, പിന്നെ കമ്മിറ്റിയിലുള്ള 1-2 പേര്, അല്ലെങ്കിൽ 1-2 നാട്ടുകാർ. ആ സമയത്ത് നമ്മൾ പാടുന്നത് ഈ 2.5 മണിക്കൂർ. അത് ആളില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ 1 മണിക്കൂർ കൊണ്ട് പ്രോഗ്രാം നിർത്തി. നമ്മളിതുവരെ ഒരു സ്റ്റേജിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. നമ്മുടെ ആ ഫുൾ പ്രോഗ്രാം തന്നെ നമ്മൾ ചെയ്തിട്ട് പോന്നിട്ടുള്ളൂ. കാരണം നമ്മൾക്കത് ഭയങ്കര ഇഷ്ടമാണ് ആ പ്രോഗ്രാം ചെയ്യാനായിട്ട്. പിന്നെ ഇവിടെ വേമ്പിൻകുളങ്ങര ചെയ്തപ്പോൾ ശരിക്കും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടായ നമുക്കുണ്ടായ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ഇത്രയേറെ പാട്ടുകൾ പഠിക്കാൻ പറ്റിയത് ഇതുകൊണ്ടാണ്. 7 ദിവസം ഈ പറഞ്ഞ പോലെ 3 നേരം ഞങ്ങളിങ്ങനെ പാടുമ്പോൾ, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും പാടുമ്പോൾ ഒരേ പാട്ടുകൾ നമുക്ക് പാടാൻ പറ്റില്ല. മേ ബി കുറച്ച് പാട്ടുകൾ റിപ്പീറ്റഡ് ആയിട്ട് പാടാം എന്നല്ലാതെ എല്ലാ ദിവസവും പാടുന്ന പാട്ടുകൾ തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പാടാൻ പറ്റില്ല. അപ്പോൾ ഓരോ ദിവസവും ഈ പ്രോഗ്രാം കഴിഞ്ഞ്, നവീൻ്റെ വീട് ഇവിടെ തൊട്ടടുത്താണ്, അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ്. അപ്പം ഇവിടുന്ന് പ്രോഗ്രാം കഴിയുന്നു, നേരെ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നു, നേരെ നവീൻ്റെ വീട്ടിൽ പോകുന്നു, പുതിയ പാട്ടുകൾ കേൾക്കുന്നു, അപ്പം തന്നെ എഴുതിയെടുക്കുന്നു. അങ്ങനെ കളക്ഷനുണ്ട് നമുക്ക്. പല സ്ഥലത്തു നിന്ന് കളക്ട് ചെയ്ത ഒത്തിരി പാട്ടുകൾ സമ്പ്രദായപരമായിട്ടും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫിലിം മിക്സ് ചെയ്യുന്ന പാട്ടുകളൊക്കെ ഉണ്ട്. അതല്ലാതെയുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഞങ്ങൾ കൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 7 ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് പാടാനുള്ള കളക്ഷൻ ഉണ്ട്.
അത്രയും ആയിരക്കണക്കിന് എത്ര അറിയില്ല, നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അത്രയും പഠിച്ചിട്ടുണ്ട്. കാരണം ഇങ്ങനെ എല്ലാവർക്കും പുതിയ പാട്ടുകൾ പാടണം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് yes, yes. ആഗ്രഹം ഉണ്ടല്ലോ. പാടാറില്ല. ഇപ്പൊ അതെ. പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ 2.5 മണിക്കൂർ അവരിങ്ങോട്ട് ലിസ്റ്റ് തരും. ആ, പകുതി ഇത് പാടണം, അല്ലെങ്കിൽ മനോഹരി പാടണം, കണ്ടോവിഴക്കിൽ പാടണം, അങ്ങനെയുള്ള കുറേ പാട്ടുകൾ, രാധൻ പ്രേമത്തോടാണല്ലോ, അതെല്ലാം അങ്ങനെയുള്ള ലിസ്റ്റുകളൊക്കെ നമുക്ക് പകുതി പ്രോഗ്രാം അവർ തരുന്ന അവര് ലിസ്റ്റ് തരുന്ന ലിസ്റ്റ് ആയിരിക്കും. കഴിഞ്ഞ ദിവസത്തെ പ്രോഗ്രാമിന് ഞാൻ നവീൻ്റെ അടുത്ത് പറയായിരുന്നു, 15 പാട്ടാണ് ലിസ്റ്റ്. 16 പാട്ട് മതി നമുക്കൊരു 2-2.5 മണിക്കൂറിന്റെ പ്രോഗ്രാം ചെയ്യാനായിട്ട്. 15 പാട്ട് അവർ മെസ്സേജ് ആയിട്ട് അയച്ചേക്കാണ്. ചേട്ടൻ ഇത് പാടാവോ, ഇനി വേറെ ലിസ്റ്റ് ഇടേണ്ട കാര്യമില്ല. അതാ ഞങ്ങൾ പാടിയത്. അപ്പൊ നിങ്ങൾക്ക് പുതിയ ലിസ്റ്റ്, പുതിയ പാട്ടുകൾ, ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയ പാട്ടുകൾ ട്രൈ ചെയ്യണം, പാടണം എന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? അപ്പൊ ഈ ഒരു പുതിയ പഴയ പാട്ടുകൾ ഞങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന പാട്ടുകൾ തന്നെ ഒന്ന് പാടിയാൽ മതി. അപ്പൊ ഇത്ര ആഗ്രഹം ഉണ്ടാവും, എന്നാൽ ഈ ലിസ്റ്റിൽ നിങ്ങൾക്ക് അത് പാടാനും പറ്റില്ല. അപ്പൊ നിങ്ങൾ എങ്ങനെ ഈ ചെയ്യാം? 2-3 പരിപാടികളിൽ ഞങ്ങൾ ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ടുള്ള പ്രോഗ്രാമുകളിൽ ഞങ്ങൾ ഒരു 3-4 പാട്ടുകൾ ഞങ്ങളുടെ പഴയതും ഇതായിട്ടുള്ള പാട്ടുകൾ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അവരുടെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തു. അതിനൊപ്പം തന്നെ ഞങ്ങൾ പഠിച്ചു വെച്ച പഴയ പാട്ടുകൾ ഒരു 4 എണ്ണത്തോളം അല്ലേ, ഒരു 3-4 പാട്ടുകൾ ഞങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ. ഇതെന്താണെന്ന് ചോദിച്ചാൽ നമ്മളെപ്പോഴും ലൈവ് കാണുന്നവരെയും കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. കാരണം പല അമ്പലങ്ങളിൽ പോകുമ്പോഴത്തേക്കും അവിടുത്തെ ഓഡിയൻസ് ഡിഫറെൻ്റ് ആണ്. നമ്മളിപ്പോൾ ഒരേ ലിസ്റ്റ് ഓഫ് സോങ്സ് പാടിയാലും അവരെ സംബന്ധിച്ചത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സോങ്സ് ആണ്. പക്ഷെ ലൈവ് കാണുന്നവരെന്നും ഒരേ പാട്ടുകൾ കാണുന്നത്. അപ്പോൾ അതും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഞങ്ങൾ പുതിയ പാട്ടുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ഓൺ സോങ്സുകൾ ആഡ് ചെയ്യണം. അതുകൊണ്ട് ഓൺ സോങ്സ് നമ്മളിപ്പോൾ ഓൾറെഡി ഇപ്പോൾ 2-3 കുറച്ച് പാട്ടുകൾ നമ്മൾ ഓൺ സോങ്സ് നമ്മൾ സ്റ്റേജിൽ പ്രോഗ്രാംസിൽ പാടുന്നുണ്ട്. പിന്നെ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ ഇറക്കിയ ആൽബംസ് കുറച്ചെണ്ണം അത് 2-3 സ്റ്റേജിൽ പാടി. പിന്നെ അത് ഞങ്ങൾ തന്നെ, കാര്യം ഇത് തന്നെ റീസൺ, ആൾക്കാർക്ക് കേൾക്കേണ്ട പാട്ടുകൾ നമ്മളുടെ ബാക്കിയുള്ള പാട്ടുകൾ. പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ പ്രൊഡക്ഷനിലാണ്. ഈ വർഷത്തെ ഫോക്കസ് മുഴുവനും പ്രൊഡക്ഷനാണ്. അപ്പം നമ്മളൊരു ഫെബ്രുവരി 5-ാം തീയതി, ഞാൻ പറയുന്നില്ല ഇപ്പോൾ റെക്കോർഡിങ് ആരുടെ കൂട്ടത്തിലാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. നമ്മളൊരു മലയാളത്തിൽ തന്നെ ഒരാൾ തന്നെ നമ്മളൊരു ഫസ്റ്റ് പ്രൊഡക്ഷൻ അദ്ദേഹത്തിൻ്റെ കമ്പോസിഷനിൽ മലയാളത്തിൽ തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരാൾ എഴുതിയ പാട്ട് ഞങ്ങൾ ഫസ്റ്റ് റെക്കോർഡിങ് ഫെബ്രുവരി 5-ാം തീയതിയാണ് റെക്കോർഡിങ്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഭജൻ കണക്ട് കൊല്ലത്തിൽ, അത് പിന്നെ സാർ ഓപ്പൺ ആയിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് പറയാം. ശരത് സാർ വന്നിട്ടുണ്ടായിരുന്നു. ശരത് സാർ വന്നു, നമ്മൾ പ്രോഗ്രാം കണ്ടു. അദ്ദേഹത്തിന് ഞങ്ങൾ കൊടുത്ത് 2 പാട്ട് പാടി. പ്രണതോസ്മിയൊക്കെ അദ്ദേഹത്തിന് പാടി. അതിനുശേഷം സ്റ്റേജ് വെച്ചിട്ട് തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു പാട്ട് ചെയ്തു തരണം. ശരത് സാർ ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് ചെയ്തിരുന്നുണ്ട്. അതൊരു ആഗ്രഹമല്ലേ, ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യണം? നിങ്ങൾക്ക് ഒരു ഭയങ്കര ആഗ്രഹം പ്രണതോസ്മി ദുബായിൽ നിന്നാണ് ഞങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ സമയത്ത് ഇപ്പൊ ഈ ഫേമസ് ആയിട്ടുള്ള പാട്ടുകൾ എടുക്കുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് അവര് കാണുമോന്നൊക്കെ ഞങ്ങൾ ചോദിക്കും. ശരത് സാറിന്റെ പാട്ടുകൾ നമ്മുടെ സാറിന്റെ അടുത്ത് ഞങ്ങൾ നേരിട്ട് പറയുകയും ചെയ്തു. അപ്പം നമ്മളത് ആദ്യമായിട്ട് പാടുമ്പോൾ ഞാനും നവീനും കൂടെ പറയാണ്, ഇത് അവര് കാണും. പക്ഷെ ഞങ്ങൾ കൃപാകരി പാടിയപ്പോഴത്തേക്കും ഈ പറഞ്ഞ അതിന്റെ 3 പേര്, അതായത് പാടിയ ആള്, എഴുതിയ ആള്, കമ്പോസ് ചെയ്ത ആള്, 3 പേരും കമന്റ് ചെയ്തായിരുന്നു. പക്ഷെ ശരത് സാറിന് ഈ പാട്ട് കേൾക്കുന്നുണ്ടെന്ന് അങ്ങനൊന്നും ഞങ്ങൾക്കൊരു ചിന്തയില്ല. സാറ് പക്ഷെ കേട്ടിരുന്നല്ല. എന്റെ ഫീൽഡിൽ മൊത്തം നിങ്ങളാന്ന് പറയും, ഫുൾ കേൾക്കണത് എല്ലാവരും. ഇപ്പൊ നിങ്ങൾക്ക് ആഗ്രഹമില്ല, അല്ലെങ്കിൽ ഒരു സിംഗർ, ഒരു ഫേമസ് ആയിട്ടുള്ള സിംഗർ, അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ പാടണം, അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടേഴ്സ് ആരും ആയിക്കോട്ടെ, പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് പേരുടെ മുന്നിൽ പാടാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു സ്റ്റേജ് ഓർക്കുകയാണ് ഇന്ന ആളുടെ മുൻപിൽ പാടാൻ പറ്റിയത്, ഇന്നും എനിക്കത് ഭയങ്കര ഒരു മെമ്മറി ആയിട്ട് കിടക്കുന്നു മനസ്സിൽ. ഇപ്പം എനിക്കിപ്പോൾ പേഴ്സണലി ഇപ്പം കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി സാറിൻ്റെ ഫ്രണ്ടിൽ അതൊരു ലെജൻഡാണ് അദ്ദേഹം. അപ്പം നമ്മൾ ശരത് സാറും ഡിഫറെൻ്റ്ലി എല്ലാവരും, പക്ഷെ എന്നാലും അദ്ദേഹം എന്ന് പറയുന്നത് നമുക്ക് ഈ മലയാളത്തിൽ തന്നേക്കുന്ന കവിതകൾ അല്ലെങ്കിൽ പാട്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത് അത്രയും വാല്യുബിളാണ്. അദ്ദേഹം അന്ന് നമ്മൾ പ്രോഗ്രാമിന് പറഞ്ഞു, പ്രോഗ്രാമിന് 2-2.5 മണിക്കൂറൊന്നും അദ്ദേഹം ഇരിക്കാറില്ല. പക്ഷെ പ്രോഗ്രാമിന് ഫുള്ളി ഇരുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് തന്ന ഫീഡ്ബാക്കൊക്കെ ശരിക്കും ഭയങ്കരമായിട്ട് മനസ്സ് നിറയ്ക്കുന്നൊരു അത് മതി നമുക്കിനി മുന്നോട്ടുള്ള ഫ്യൂവലേ. അപ്പോൾ അതൊരു ഭയങ്കര ഒരു സന്തോഷം നിറഞ്ഞ. അദ്ദേഹത്തിന്റെ കമന്റും ഭയങ്കരമായിരുന്നു. നിങ്ങളുടെ കണ്ണ് അറിയിച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും കണ്ണും മനസ്സും ഒക്കെ അറിയിച്ചു. ഇവിടെ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എന്റെ ഫസ്റ്റ് ഭജൻ കണക്ട് ആണ്. കാരണം നവീൻ ഈ ഭജൻ കണക്ട് ഐഡിയ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ കാനഡയ്ക്ക് പോയതിന് ശേഷമാണ്. ഞങ്ങൾ ഓൾറെഡി പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പം ഞാൻ കാനഡയ്ക്ക് പോകുമ്പോഴാണല്ലോ ഇവൻ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, എനിക്കൊരു 1 year കഴിഞ്ഞിട്ട് പോയാൽ പോരെന്ന് ഇവൻ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. പക്ഷേ PR റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പോകേണ്ടതായിട്ട് വന്നുകൊണ്ടാണ്. അപ്പം എൻ്റെ ആദ്യത്തെ ഭജൻ കണക്റ്റാണ് കേരളത്തിൽ. ഞങ്ങൾ ഓൾറെഡി നമുക്ക് നന്ദഗോവിന്ദം ടീമുണ്ട് കാനഡയിൽ. അവിടെ നമ്മൾ ഭജൻ കണക്ട് എന്നുള്ള രീതിയിൽ നമ്മൾ 1-2 പ്രോഗ്രാംസ് അവിടെ കണ്ടക്ട് ചെയ്തിരുന്നു. പക്ഷേ എന്താ പറയുക, നമ്മുടെ ഫുൾ ടീമിൻ്റെ കൂട്ടത്തിൽ ഫസ്റ്റ് ഭജൻ കണക്ട് ആയിരുന്നു ഇപ്പോൾ ഈ കൊല്ലത്ത് നടന്നത്. ശരത് സാറ് വന്നു, അത് വലിയൊരു ബ്ലെസ്സിങ് ആണത്.
ശരത് സാർ നമ്മൾ ടി വിയിൽ മാത്രം കണ്ടിട്ടുള്ള അല്ലെങ്കിൽ സാറിൻ്റെ പാട്ടുകൾ കുത്തി ഇരുന്ന് എഴുതി പഠിച്ച് പാടിയിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം സാറിനൊപ്പം ഇരുന്ന് പാടുക എന്ന് പറയുന്നത് ശരിക്കൊരു സ്വപ്ന തുല്യമായിട്ടുള്ളൊരു നിമിഷമായിരുന്നു. ഇനി ഫുൾ ടൈം നന്ദഗോവിന്ദത്തിന്റെ കൂടെ ഉണ്ടാവോ? ഞങ്ങൾ പ്രതീക്ഷിക്കാവോ? ആഗ്രഹം അതാണ്. അത് പ്ലാൻ ഉണ്ട്. തിരിച്ചു വരണം എന്നുണ്ട്, അതാണ് മനസ്സിലുള്ളൊരു പ്ലാൻ. ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും. എനിക്കൊരു സ്പെഷ്യൽ ആഗ്രഹമുണ്ട്, ഇവിടെ ഇരുന്ന് ഈ അമ്പലത്തിൽ നട വെച്ചിട്ടൊരു പാട്ട് നിങ്ങളുടെ കേൾക്കണം. അമ്പാടി വാനമ്പാടി ആനന്ദഗാനം പാടി, അമ്പാടി വാനമ്പാടി ആനന്ദഗാനം പാടി, അമ്പാടി വാനമ്പാടി ആനന്ദഗാനം പാടി, അമ്പാടി വാനമ്പാടി ആനന്ദഗാനം പാടി, ഗോപിക ചിത്തം പാടി കണ്ണനെ തേടി തേടി, ഗോപിക ചിത്തം പാടി കണ്ണനെ തേടി തേടി, സജ്ജനങ്ങൾക്കു മോടി ദുർജനങ്ങൾക്കു പേടി, സജ്ജനങ്ങൾക്കു മോടി ദുർജനങ്ങൾക്കു പേടി, സജ്ജനങ്ങൾക്കു മോടി ദുർജനങ്ങൾക്കു പേടി, സജ്ജനങ്ങൾക്കു മോടി ദുർജനങ്ങൾക്കു പേടി, വേദത്തിൻ പ്രാണനാടി ശ്രീരാധകൃഷ്ണ ജോഡി, വേദത്തിൻ പ്രാണനാടി ശ്രീരാധകൃഷ്ണ ജോഡി, അമ്പാടി വാനമ്പാടി ആനന്ദഗാനം പാടി. ഓ മനോഹരം. ഇതൊക്കെ ഇവിടുന്ന് നമ്മൾ പാടി തുടങ്ങിയ തുടങ്ങിയാണ്. ഇത് ഈ പാട്ടൊക്കെ ഇതിപ്പോ കഴിഞ്ഞ ദിവസം ഭജൻ കണക്ട് ഞങ്ങൾ പാടി പാടിയിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഇവിടെ ഒരുപാട് ഓർമ്മകൾ ഉണ്ടല്ലോ. ഇപ്പൊ നോക്കുമ്പോൾ നിങ്ങൾ ഇപ്പൊ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരുപാട് ഒരു യാത്ര ചെയ്തിട്ടുണ്ട്. തിരിച്ച് നിങ്ങൾ ഓർക്കുന്ന സമയത്ത്, അതായത് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു, തുടങ്ങിയ സമയത്ത് ഇത്രയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല, ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇഷ്ടം ഉണ്ടായിരുന്നു ഇതിനോട്. പക്ഷെ ഈ ഒരു വലിയ മാറ്റം അല്ലെങ്കിൽ ഇപ്പൊ ചുറ്റുള്ള ആളുകൾ, ഇവിടെയുള്ള ആളുകൾ ഭയങ്കര തരുന്ന ഒരു സപ്പോർട്ട്, അതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ആ ഒരു ബ്ലെസ്സിങ് എങ്ങനെയാണ് കാണുന്നത്? അതിനെ ബ്ലെസ്സിങ് ആയിട്ട് തന്നെ കാണുന്നു. സത്യം, അത് ഭയങ്കര സന്തോഷം. അത് ഓവർവെൽമിങ് ആണ്. അതുപോലെ തന്നെ നമ്മൾ റെസ്പോൺസിബിളായി കൂടുതൽ. അപ്പോൾ ഇതിനൊക്കെ ഒത്തിരി എല്ലാവരും തലയിലേക്ക് കയറ്റാതെ, അതിനെ നമ്മൾ അതാണല്ലോ, തലയിലേക്ക് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്നുണ്ടാവും, ചിലപ്പോൾ നാളെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നമുക്കറിയാം നമുക്ക്. അപ്പോൾ പക്ഷേ ഇതിനു വേണ്ടി നാളത്തേക്ക് വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന ഒറ്റ കാര്യം. അപ്പോൾ ഇന്നത്തെ കാര്യത്തിൽ മതിമറന്നു പോകാതെ ഇതിനെ നാളെ സസ്റ്റൈനബിളായിട്ട് നമുക്ക് മുന്നോട്ട് ഇതിനേക്കാളും മേളിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഓരോ ദിവസത്തെയും ഉള്ള ചിന്ത. അപ്പം പുതിയ പാട്ടുകൾ ചെയ്യുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ ഇനിയുള്ള നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത് തന്നെയല്ലല്ലോ ഇനി 3 വർഷം ചെയ്യേണ്ടത്, അല്ല 5 വർഷം ചെയ്യേണ്ടത്. അപ്പോൾ അതല്ലാണ്ട് ഇനി അടുത്ത 5 വർഷം എന്താണോ ചെയ്യേണ്ടത് എന്നുള്ള ചിന്തയാണ്. അപ്പം പക്ഷേ ഇതിനെല്ലാം ഞങ്ങൾ ആ സ്നേഹം നാട്ടുകാരുടെയും അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ആൾക്കാരുടെയും അല്ലെങ്കിൽ ഓരോ പ്രോഗ്രാം സ്ഥലത്ത് ചെല്ലുമ്പോഴുള്ള അവരുടെ എല്ലാം സ്നേഹമൊക്കെ ഞങ്ങൾ ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്യുന്നുണ്ട്. കാര്യം അവർ തരുന്നത് നമ്മൾ വന്നപ്പോൾ ഡിസ്കസ് ചെയ്യുന്നല്ലോ, അമ്മമാരുടെയൊക്കെ സ്നേഹം. അത് ഭയങ്കര, അതൊക്കെ സ്വന്തം മക്കളെ പോലെയാണ് ഇവരൊക്കെ കാണുന്നത് നമ്മളെ. അത് അത്രയും സ്നേഹമാണ്. അല്ലെന്നുണ്ടെങ്കിൽ ചേട്ടന്മാരായിട്ടുള്ള അനിയന്മാരും എല്ലാവരും കാണുന്നത് നമ്മളെയൊക്കെ. അപ്പോൾ അതൊക്കെ ഒരു ബ്ലെസ്സിങ് ആണ്. ഇപ്പം നിങ്ങളുടെ ഒരു വീഡിയോ, അത് റീലാണെങ്കിൽ കൂടെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ അത് വൈറലാകും, അല്ലെങ്കിൽ ഇത്ര വ്യൂ ഉറപ്പാണ് ഓൾറെഡി. സോ ഈ വ്യൂ കൂടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് കുറയുന്ന സമയത്ത് നിങ്ങളത് ബാധിക്കാറുണ്ടോ? അല്ലെങ്കിൽ അതിപ്പം ചേഞ്ചസ് വരും, അല്ലെങ്കിൽ ഇത്ര വ്യൂ അത് നിങ്ങളെ മനസ്സിലേക്ക് എടുക്കാറുണ്ടോ? അതിനിപ്പോൾ ഓൾറെഡി പ്രിപ്പയർഡ് ആണോ? അല്ലെങ്കിൽ ചുറ്റുമുള്ള നിങ്ങളുടെ കൂടുതൽ ആളുകളോട് അത് ബാധിക്കാൻ പാടില്ല എന്നൊരു കോൺവെർസേഷൻ വരാറുണ്ടോ? ഉറപ്പായിട്ടുണ്ട്. അത് ഇന്നത്തെ കാര്യം കണ്ടിട്ട് നമ്മൾ അതിൽ ഭയങ്കര ഇതാ പറഞ്ഞത്. അപ്പോൾ അതിൽ ഒത്തിരി സന്തോഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ചിലപ്പോൾ നാളെ അത് ഉണ്ടാകാതിരിക്കും. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ, നമുക്ക് പേഴ്സണലി നമ്മളതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ബെറ്റർ ആകാൻ നോക്കുക. നമ്മൾ എന്തിലാണോ ചെയ്യുന്നത്, എന്താണോ ചെയ്യുന്നത്, അത് ബെറ്റർ ആകാൻ. അതാണ് ഞങ്ങളെപ്പോഴും ടീമിനകത്താണേലും എല്ലാം നമ്മൾ സംസാരിക്കുന്നൊരു കാര്യം അതാണ്. ഇന്നിപ്പം നവീൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഭജൻ കണക്റ്റാണ്, അത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു. അപ്പം നെക്സ്റ്റ് ലെവലിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്?
അപ്പോൾ അതിൻ്റെ ഡിസ്കഷൻ നടന്നുണ്ട്. അതിൻ്റെ അടുത്ത നമ്മൾ എന്താണോ ചെയ്യണമെന്നുള്ള കുറേ പ്ലാൻസ് ഉണ്ട്. അതെല്ലാം നമ്മളത് ഈ വരുന്ന 2026 2027 നമ്മളത് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ അതിനുശേഷം നോക്കാം. നമ്മൾ ചെയ്യാനുള്ള പണി നമ്മൾ ചെയ്യുക. ആദ്യകാലങ്ങളിൽ നോക്കിയിരുന്നു വ്യൂസ്. ഞങ്ങളുടെ ഈ നീലമലയിലൊക്കെ ഇട്ട സമയത്ത് നമ്മൾക്ക് ഈ ആദ്യത്തെ 100K വ്യൂ ഒക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് കാരണം അന്നൊക്കെ വ്യൂസ് 5K ഒക്കെ കിട്ടുന്ന തന്നെ വളരെ ഇതായിട്ടാണ്. അപ്പം നീലമലയിലിട്ട് നവീൻ എന്നെ വിളിച്ച് ഇപ്പോൾ പോകുന്നുണ്ട്, അതേ നമ്മുടെ 100K എന്താ സംഭവിക്കുന്നത് അറിയുന്നില്ല. അപ്പം നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. പക്ഷെ അപ്പോഴാണ് ശരിക്കും അതായിരുന്നു ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. എന്താണ് നമ്മൾ എന്ത് കൊടുത്താലാണ് ആളുകൾ കൂടുതൽ നമ്മളിൽ എന്താ പറയുക അക്സെപ്റ്റൻസ് കിട്ടുന്നത് എന്നുള്ളൊരു ടേണിംഗ് പോയിന്റ് ശരിക്കും നീലമലയിൽ നിന്നുള്ള ആ കോവിഡിൻ്റെ ആ ടൈമിൽ നമ്മൾ ചെയ്തതായിരുന്നു. പിന്നീട് അതിന് ശേഷം ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ കൂടുതൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതില്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. വ്യൂസ്, കമൻസ്, ഓക്കെ, അത് ഓഫ് കോഴ്സ് അതുണ്ടാവും. പണിയെടുക്കുക, റിസൾട്ട് പുറകെ വരും, അത്രേ ഉള്ളൂ. ഈ ചിലർക്ക് ചില നമ്പറുകൾ ഭയങ്കര ലക്കായിട്ട് തോന്നാറുണ്ട്. അപ്പം എനിക്ക് കേട്ടിട്ടുണ്ട് 7 എന്ന് പറയുന്നത് നവീൻ ചേട്ടന്റെ ലൈഫിലൊരു ലക്കി നമ്പർ ആണെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടു. ഞാനും അവിടെ കണ്ടത്. എനിക്കറിയില്ല ശരിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അല്ല, പോസ്റ്റിൽ പറഞ്ഞ കാര്യമാണെങ്കിൽ തെറ്റാണ്. അത് തെറ്റാണ്. അത് 7 വർഷം അല്ല ഞങ്ങള് കണ്ടത്. ഞങ്ങള് 2000 അപ്പോൾ എത്ര വർഷമായി? 13 കല്യാണം കഴിച്ചെങ്കിൽ ഞങ്ങൾ കണ്ടത് 2005. അപ്പം 8 വർഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിന് ശേഷം കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം അത് 7 വർഷത്തിനടുത്തായിരുന്നു കഴിഞ്ഞിട്ടാണ് കുട്ടികളുണ്ടാകുന്നത്. അത് കറക്റ്റാണ്. പക്ഷേ കുട്ടികൾക്ക് 5 വയസ്സായിട്ടുള്ളൂ. ഇപ്പോൾ എൻ്റെ 7 വയസ്സായെന്ന് പറഞ്ഞേക്കുന്നത്. 7 വയസ്സാകുമ്പോഴാണ് ഫേമസ്. അവർക്ക് 5 വയസ്സായിട്ടുണ്ട്. അപ്പോൾ 8, 7, 5 വ്യത്യാസം. അതിനകത്തെല്ലാം 7 എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. അപ്പൊ അത് കണ്ടപ്പോൾ ഞാൻ നവീനെ അത് അയച്ചു കൊടുത്തിട്ട് ഞാൻ ചോദിച്ചു, നീ ഇതറിഞ്ഞായിരുന്നു എന്ന് ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് എൻ്റെ ലക്കി നമ്പർ 8 പറയുന്നു. ഞാൻ വിശ്വസിച്ചോണ്ടിരുന്നത് 9 വിശ്വസിച്ചോണ്ടിരുന്നു. അപ്പൊ ഇങ്ങനെയൊന്നും ഉണ്ടെന്ന് എനിക്കറിയില്ല. ഈ ലക്കി നമ്പറൊക്കെ ഉണ്ടാവും അറിയില്ല. ഇല്ല, അത് വെറുതെ ഉള്ള കാര്യമാണ്. വെറുതെ പറയുന്നില്ല. അല്ല, വെറുതെ പറയുന്നില്ല, അറിയില്ല. 7 പറഞ്ഞത് അതല്ല, അത് അതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ മേ ബി ലക്കി നമ്പർ 7 ആയിരിക്കും, 8 ആയിരിക്കും, 9 ആയിരിക്കും. അത് ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. ഞങ്ങളത് ഇതുവരെ നോക്കിയിട്ടില്ല. പക്ഷെ ആ പോസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങളിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറയുന്നത്. അതിനെ കുഴപ്പമില്ല. ഇപ്പൊ ഓൾറെഡി നിങ്ങളെ കുറിച്ച് ഫാൻസ് ആരാധകർ ഡെയിലി വീട്ടിൽ കിടക്കണ ഫാമിലി, കുട്ടികൾ എല്ലാവരെ കുറിച്ച് ഇപ്പൊ റിസർച്ച് ചെയ്യും. അവരൊക്കെ ഇപ്പൊ കണ്ടിട്ടില്ലെങ്കിൽ കൂടെ നമുക്ക് എല്ലാവരും അറിയാം. പഞ്ചൂട്ടൻ എന്നല്ലേ വീട്ടിൽ വിളിക്കുന്ന പേര്? പഞ്ചു. പേര് സ്കന്ദൻ എന്നാണ്. പേരുകളൊക്കെ ഗംഭീര പേര്. സ്കന്ദൻ. മോളുടെ പേര് പ്രസിദ്ധ. ട്വിൻസ് ആണ്. ആള് മദ്ദളം നന്നായിട്ട് മൃദംഗം പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സംഗീതത്തോട് നല്ല താല്പര്യം ഇപ്പോഴേ? അവനുണ്ട്. അവളും പാടും ഇടയ്ക്കൊക്കെ, അങ്ങനെ മൂളിയൊക്കെ പാടും. പക്ഷെ അത്ര കൂടുതൽ താല്പര്യം മോനാണ്. ഇപ്പൊ ഓൾറെഡി നമ്മുടെ കഴിഞ്ഞ ഇന്റർവ്യൂല് കൊട്ടാരത്തിൽ പോയിട്ട് പാടാൻ എന്ന ആഗ്രഹം ഉണ്ടായിരുന്നത് എപ്പോ വേണമെങ്കിലും നടക്കാമെന്ന രീതിയിലായിരുന്നു. ഇപ്പൊ അത് നടന്നു. സോ അതെങ്ങനെയുണ്ടായിരുന്നു? അതൊരു രസമായിരുന്നു. എന്താ പറയേണ്ടത്, നമ്മള് പത്മനാഭസ്വാമി ടെമ്പിളിൽ ജനുവരി 1 ന്യൂ ഇയറിൽ ഒരു പ്രോഗ്രാം കിട്ടുക, അതും വലിയൊരു ഓഡിയൻസ്. അപ്പം അന്ന് രാവിലെ തന്നെ അവിടെ വന്നപ്പോഴത്തേനും പറഞ്ഞു, നമുക്കിന്ന് കൊട്ടാരത്തിൽ പോയിട്ട് നമുക്ക് അവിടെ അവരെ എല്ലാവരെയും ഒന്ന് നേരിട്ട് മീറ്റ് ചെയ്യണം. ഭയങ്കര ഓപ്പൺ, എന്താ പറയണ്ടത്, ഒരു ഡൗൺ ടു എർത്ത് മനുഷ്യന്മാർ. ഒരു ഇപ്പോൾ അതിൻ്റെ ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ടെമ്പിളാണെന്ന് ആലോചിക്കണം. അതെ. അപ്പോൾ അവിടുത്തെ പക്ഷേ അതിൻ്റെ യാതൊരു എന്തെങ്കിലും അതിൻ്റെ അഹംഭാവം ഒന്നുമില്ലാത്തൊരു സാധാരണ, നമ്മൾ എന്താ പറയുക, നമ്മൾ വളരെ കാഷ്വലായിട്ട് നമ്മളെയൊക്കെ മീറ്റ് ചെയ്തു, എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു, നമുക്ക് ഗിഫ്റ്റുകൾ തന്നു, അവിടെ ചെന്ന് അവരെ മീറ്റ് ചെയ്ത് പാട്ട് പാടാൻ പറ്റി. ഭയങ്കര രസമായിരുന്നു. അവരെല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. നമ്മളെ എന്നോട് ചോദിച്ചു, നീ എന്തായാലും ദുബായി പോയി കിടക്കുന്നത്, ഇവിടെ നിന്നാൽ പോരെ എന്നൊക്കെ ചോദിച്ചു. നമ്മളുടെ അമ്മമാരൊക്കെ ചോദിക്കത്തില്ല, അവിടെ തമ്പുരാട്ടി എൻ്റെ അടുത്ത് ചോദിച്ചു, നീ ചുമ്മാ ആവശ്യമില്ലാണ്ട് എല്ലാ ആഴ്ചയിലും ദുബായി പോയി വരുന്നത്, ഇവിടെ നിൽക്കൂ, പോകണ്ടെന്ന്. ശരിക്കും ഇപ്പൊ കൂടെയുള്ള ആളുകൾ പലരും ജോലി വിട്ട് ഇപ്പം ഫുൾ ടൈം ആയിട്ടുണ്ട്. ഒരു ആഗ്രഹം എന്ന് പറയുന്നത് മുഴുവൻ സമയം നിൽക്കണം തന്നെയായിരിക്കും. അത് ഇപ്പം എത്ര ശതമാനം? ഇനിയിപ്പം അന്ന് നമ്മൾ പറഞ്ഞത് ജേണി എന്നല്ലായിരുന്നു. എൻ്റെ 50% എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഫുൾ ടൈം ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഫുൾ ടൈം ആയിട്ട് കാണാൻ പറ്റും. പക്ഷെ ഈ ഒരു ഓട്ടം ഉണ്ടല്ലോ, അതായത് നമ്മൾ നോക്കുമ്പോൾ ഇന്നലെ തൃശ്ശൂർ ആണെങ്കിൽ അടുത്ത ദിവസം എറണാകുളത്ത് കാണാം. സോ നിങ്ങൾക്കുള്ളൊരു ഓട്ടം ഉണ്ട്. പക്ഷേ പാഷൻ എന്ന് പറഞ്ഞ ഒരു കാര്യത്തിന് പുറകെ നിങ്ങൾ മാക്സിമം, അതായത് നിങ്ങൾ ജോലി ചെയ്യുന്ന അതിൻ്റെ കൂടെയാണ് പാഷൻ്റെ പുറകെ പോകുന്നത്. ഒരു ഹാർഡ് വർക്ക് അവിടെ ഉണ്ട്. അത് എങ്ങനെയാണ് ഇത്രയും തിരക്ക് പിടിച്ചിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യണം? ആ ബിസി സ്കെഡ്യൂൾ എങ്ങനെയാണ് നിങ്ങളത് കാണുന്നത്? ഇന്നലെ രാജേഷ്, നമ്മുടെ കൂട്ടത്തിൽ ഹാർമോണിയം വായിക്കുന്ന രാജേഷും ഞാനും കൂടെ ഇന്നലെ രാവിലത്തെ പ്രോഗ്രാമിന് ഹരിപ്പാട് ഇരിക്കുമ്പോഴത്തേക്ക് ഞങ്ങളൊരു കാര്യം പറഞ്ഞു.
ഞങ്ങൾ വെളുപ്പിനെ 4 മണിക്കാണ് ഹരിപ്പാട് എത്തിയത്, തൃശ്ശൂർ പ്രോഗ്രാം കഴിഞ്ഞിട്ട്. 7 മണിക്ക് എഴുന്നേറ്റ് റെഡിയായി 9 മണിയായപ്പോൾ ഞങ്ങൾ വെന്യൂവിലെത്തി. ഈ സെയിം കാര്യം ഒരു എംപ്ലോയർക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ലീവ് എടുക്കത്തുള്ളൂ അല്ലേ. 4 മണിക്ക് എത്തി, 3 മണിക്കൂർ ഉറക്കം, 7 മണിക്ക് റെഡിയായി എത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ഈസി ആയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്നത് ലീവ് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ പറഞ്ഞ പാഷനാണ് ഞങ്ങളെ ഡ്രൈവ് ചെയ്യുന്നത്. ഇന്നലെ ഒറ്റ ദിവസം ഞങ്ങൾ 9 മണിക്ക് എത്തി, 1 മണിക്കൂർ സൗണ്ട് ചെക്ക്, 2.5 മണിക്കൂർ പാടി. ഇന്നലെ രണ്ടാമതൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് നേരത്തെ കമ്മിറ്റ് ആയതുകൊണ്ടാണ് രണ്ട് പ്രോഗ്രാം ഒന്നും ഇനി ചിന്തിക്കാൻ പോലും ഞങ്ങൾക്ക് വരില്ല. ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് അത് കഴിഞ്ഞ് വൈകുന്നേരം വന്നു, 1 മണിക്കൂർ സൗണ്ട് ചെക്ക്, 2.5 മണിക്കൂർ പരിപാടി. അപ്പം 5 മണിക്കൂർ പാട്ട്, 2 മണിക്കൂർ സൗണ്ട് ചെക്ക്, ഏകദേശം 7 മണിക്കൂർ ഞങ്ങൾ ഇന്നലെ സ്റ്റേജിൽ തന്നെ ഇരിപ്പാണ് ഈ ചമ്പ്രം മടിഞ്ഞില്ലേ, 7 മണിക്കൂറുള്ളത്. പിന്നെ ഇതിനിടയ്ക്കുള്ള യാത്രയും അല്ലിപ്പോൾ ഇപ്പം പറഞ്ഞ പോയിന്റാണ്. നമ്മളത് വേറെ വല്ലവർക്കും വേണ്ടി പണിയെടുക്കുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കുമല്ലോ വേണം. നമുക്ക് വേണ്ടി ആവുമ്പോ ഇതാ നമ്മളെ ഡ്രൈവ് ചെയ്യുന്ന ആ എനർജിയാണ്. നമ്മൾ ആ സ്റ്റേജിൽ നമുക്ക് കിട്ടുന്നൊരു പോസിറ്റീവ്നെസ് ഉണ്ട്, അതാണ് നമ്മൾ ആളുകളിലേക്ക് കൊടുക്കുന്നത്. അതാണ് ശരിക്കും ഈ പറഞ്ഞ 3 മണിക്കൂർ ഉറങ്ങിയിട്ടാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് സ്റ്റേജിൽ. അതെനിക്ക് തോന്നുന്നു ഈ അമ്പലം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒത്തിരി ശരിക്കും സഹായിച്ചിട്ടുണ്ട്. കാര്യം ഞങ്ങൾ ഈ പറഞ്ഞില്ലേ, ഏറ്റവും എത്ര മണിക്കൂറുകൾ ഞങ്ങൾ ഇവിടെ സപ്താഹത്തിനും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഒരു എനർജി ഉണ്ട്. ആ ഒരു ഭയങ്കര നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെയുള്ള ആൾക്കാരാകട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ചൈതന്യമാണോ എന്താണെന്ന് അറിയത്തില്ല. എന്താണെങ്കിലും നമ്മൾ വി ഓൾ ബിലീവ് ഇൻ എനർജി, നമുക്കൊരു പോസിറ്റീവ് എനർജി ആണല്ലോ. അപ്പം അവിടുത്തെ ആ ഒരു ചെറുപ്പകാലത്ത് ഇരുന്നിട്ടുള്ള ഈ മണിക്കൂറുകളോളം ഇരുന്ന് പാടിയുള്ള ഇതായിരിക്കും അല്ലേ. 7 ദിവസം സപ്താഹം നടക്കുമ്പോൾ പാടുന്ന കാര്യം പറഞ്ഞല്ലോ. ഇപ്പോൾ പാട്ട് നമ്മൾ മിക്ക ദിവസങ്ങളിൽ ഈ പറഞ്ഞ ഭജന തീരുന്ന ഏകദേശം 9:30 മണി 10 മണിക്കാണ്. അപ്പോൾ അതിനുശേഷം ആളുകൾ പോയതിന് ശേഷമാണ് വേദി ക്ലീൻ ചെയ്ത് പുഷ്പാലങ്കാരം ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാം. അപ്പം നമ്മളൊക്കെ തന്നെയാണ് അതിനും കൂടുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് ഇവിടെ സഹസ്രനാമ പാരായണം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ആ സമയത്തെത്തും. അപ്പോൾ ഈ വേദി ക്ലീൻ ചെയ്ത് പുഷ്പാലങ്കാരം കഴിഞ്ഞ് പോകുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം 1:30-2 മണിക്കാണ് വീട്ടിൽ പോകുന്നത്. അത് കഴിഞ്ഞ് 6 മണിയാകുമ്പോൾ വീണ്ടും എല്ലാവരും തിരിച്ചു വരും. ഞങ്ങളുടെ കാര്യം മാത്രമല്ല പറയുന്നത്, ഇവിടെയുള്ള എല്ലാവരുടെയും കാര്യം പറയുന്നത്. അത് കാരണം ഒരു ഫാമിലിയാണ് എല്ലാവരും, അല്ലാതെ അമ്പലത്തിലെ കാര്യം നോക്കാൻ അവിടെ ആളാണ് അങ്ങനല്ല. അങ്ങനെ 7 ദിവസവും. അപ്പോൾ അതൊക്കെ ആയിരിക്കാം ഞങ്ങളെ മോൾഡ് ചെയ്തിട്ടുണ്ടാവുക. ഈ പറയുന്ന പോലെ യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ ഉറക്കം കുറച്ച് സമയത്തേക്ക് മാറ്റി വെച്ചിട്ട് ഈ പറയുന്ന, കാരണം അത് അന്ന് തൊട്ടേ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. എന്താണ് അതിൽ നിന്ന് കിട്ടുന്ന എനർജി എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതാണല്ലോ, നമുക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യത്തിനാണ് നമ്മൾ ഉറപ്പായിട്ടും എക്സ്ക്യൂസ് പറയും. നമുക്കറിയാം ഇതാണ് വേദിയിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്ന കാര്യം, ഇതാണ് നമുക്ക് ഓൾറെഡി നമുക്കറിയാം. അപ്പോൾ പിന്നെ 3 മണിക്കൂർ ഉറക്കമൊന്നും നമ്മളെ സംബന്ധിച്ചൊരു പ്രശ്നമല്ലാതായി മാറുന്നത് അവിടെയാണ്. ഈ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്. ആൻഡ് 25 വർഷം ശേഷം വളരെ സക്സസ് ആയിട്ട് ഇവിടെ ഇരിക്കും. വളരെ പ്രൗഡാണ്. അത് നിങ്ങൾ കൊച്ചുനാൾ മുതൽ കാണുന്ന ഈ നാട്ടുകാർക്കായാലും എല്ലാവർക്കും അതൊരു ഭയങ്കര സന്തോഷവും പ്രൗഡൊക്കെ തന്നെയാണ്. അപ്പോൾ കണ്ണന് വേണ്ടി ഒരു പാട്ട് കൂടെ സ്പെഷ്യലായിട്ട് പാടിയിട്ട് നമുക്ക് ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യാം സന്തോഷത്തോടെ. അടുത്ത പാടുന്ന പാട്ട് എൻ്റെ അരങ്ങേറ്റം നടന്ന അമ്പലം ഇത് തന്നെയാണ്. നമ്മൾ കർണാടക പഠിച്ചതിന് ശേഷം കച്ചേരി ചെയ്തത് ആദ്യത്തെ ഇവിടെയാണ് ചെയ്തത്. അപ്പം അന്ന് എൻ്റെ ടീച്ചർ പഠിപ്പിച്ചൊരു പാട്ടുണ്ട്. അന്ന് ഇപ്പോൾ 2004 അരങ്ങേറ്റം നടന്നത് ഇവിടെ. അപ്പോൾ 2004 പാടിയിട്ട് ഇന്നേ ഒരു ആ പാട്ട് ഞാൻ പാടിയിട്ടില്ല. പക്ഷെ ഇവിടെ ഇരുന്നപ്പോൾ ആ പാട്ട് ഓർമ്മ വന്നു. അപ്പോൾ ഞാനതാണ് ജസ്റ്റ് ഒന്ന് എൻ്റെ ട്യൂൺ ശരിയാണോ, 22 വർഷമായില്ലേ, അപ്പോൾ അതിൻ്റെ ട്യൂൺ ഇതാണോ വരി ഇതാണോ ഒന്നും ഓർക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് മൂളാം. തെറ്റുകളൊക്കെ എല്ലാവരും ക്ഷമിക്കുക. വേമ്പിൻ കുളങ്ങരേ വാഴും മഹാവിഷ്ണു തമ്പുരാനേ നിന്നെ കൈതൊഴുന്നേൻ അൻപോടടിയന പാദപത്മങ്ങളിൽ കുമ്പിട്ട് കൂപ്പി വണങ്ങിടുന്നേൻ വേമ്പിൻ കുളങ്ങരേ വാഴും മഹാവിഷ്ണു തമ്പുരാനേ നിന്നെ കൈതൊഴുന്നേൻ. ഇത്രേ മാത്രമേ ഓർക്കുന്നുള്ളൂ. ഗംഭീരം. ഓക്കെ ആയിരുന്നു. പക്ഷെ ഞാനിപ്പോൾ നേരിട്ട് കാണുമ്പോൾ നിങ്ങളുടെ സൗഹൃദം അത് ഭയങ്കര മനോഹരമാണ്.